ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ തന്ത്രങ്ങളുമായി ബി.ജെ.പി. തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനപ്പുറം കൂടുതൽ നഗരസഭകളും കോർപ്പറേഷനുകളിലും ഭരണം പിടിക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. ഇതിലേറ്റവും നിർണായകം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണമാണ്. ബി.ജെ.പി. ശക്തമായ പ്രതിപക്ഷമായ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ പിടിക്കുമെന്നാണ് അവകാശവാദം. ഞങ്ങൾ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പുകൾ കൂടി, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിൽ തുടർന്ന് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്, വീണ്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ഈ ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പ് കൂടി ഞങ്ങൾ കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അപ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഭരണത്തിന്റെ ഭാഗമാകുവാനുള്ള ഒരു അവസരം ജനങ്ങൾ തരുമെന്നാണ്. ഞങ്ങൾ എന്തായാലും ജനങ്ങളെ സേവിക്കുവാൻ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി പതിറ്റാണ്ടുകൾ കൊണ്ട് തയ്യാറാണെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനത്തിന്റെ ഗുണഫലങ്ങൾ ലഭിച്ച ഘടകങ്ങൾ ഞങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഞങ്ങൾക്ക് ബഹുദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും ബി.ജെ.പിക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത ചില മേഖലകൾ തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിന്റെ പല ഭാഗത്തുമുണ്ട്. അവിടെ ഞങ്ങൾ നിരന്തര പരിശ്രമത്തിലൂടെ ഇതുവരെ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാകാത്ത ജനവിഭാഗങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് അവരെ ഞങ്ങളോടൊപ്പം ചേർക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ തൃശ്ശൂർ ഞങ്ങൾക്ക് സാധിച്ചല്ലോ, തിരുവനന്തപുരത്തൊക്കെ ഞങ്ങൾക്ക് വളരെ മുന്നേറാൻ സാധിച്ചല്ലോ. അപ്പോൾ അതിനുള്ള കഠിന പ്രയത്നം തുടർന്നുകൊണ്ടേയിരിക്കും. കോർപ്പറേഷൻ ഭരണ വിവാദങ്ങളിൽ കുടുങ്ങിയതോടെ CPM-നും ബി.ജെ.പി. നീക്കമുണ്ടാക്കുക കടുത്ത വെല്ലുവിളിയാണ്. വി വിനോദ്. വിനോദ്, കാരണം നമുക്കറിയാം 35 സീറ്റുകളോളം കഴിഞ്ഞ തവണ ബി.ജെ.പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി മാറാൻ സാധിച്ചു. ചെറിയ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ ഭരണം നഷ്ടപ്പെട്ടത്. ഇത്തവണ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആരോപണങ്ങൾ, വിവാദങ്ങൾ വന്ന ഒരു കാലയളവാണ്. നിരവധിയായ പ്രശ്നങ്ങൾ നഗരത്തിൽ അനുഭവിക്കുന്നുണ്ട് താനും. ഇതൊക്കെ പ്രയോജനപ്പെടുത്താൻ എന്തൊക്കെ തന്ത്രങ്ങളാണ് ബി.ജെ.പി. ജില്ലാ നേതൃത്വം ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? രഞ്ജിത്ത്, നഗര കേന്ദ്രീകൃതമായ പ്രദേശങ്ങളിൽ, അങ്ങനെയുള്ള വാർഡുകളിലൊക്കെയും ഇപ്പോൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. തിരുവനന്തപുരം അസംബ്ലി മണ്ഡലത്തിലാണ് ശശി തരൂർ മുകളിലേക്ക് പോയത്, ഒന്നാമത് എത്തിയത്. മറ്റെല്ലാ 3 മണ്ഡലങ്ങളിൽ ബി.ജെ.പി. ഒന്നാമതെത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. കഴക്കൂട്ടമാകട്ടെ, നിയമമാകട്ടെ, ഈ വട്ടിയൂർക്കാവട്ടെ, അങ്ങനെ പല മണ്ഡലങ്ങളിൽ ബി.ജെ.പി. ഒന്നാമതെത്തുന്ന സാഹചര്യം. ഇവിടങ്ങളിലെല്ലാം തന്നെ LDF മൂന്നാമത് പോകുന്ന സ്ഥിതി ഉണ്ടായി. പാറശാല മാത്രമാണ് LDF-നൊരു അല്പമെങ്കിലും മേൽക്കൈ നേടി രണ്ടാമതെത്താനുള്ള സാഹചര്യമുണ്ടായത്. ആ നിലയ്ക്കാണ് പൊതുവിൽ ജില്ലയിലെ തിരുവനന്തപുരം പാർലമെന്റിൽ പ്രത്യേകിച്ച് നഗരസഭ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ബി.ജെ.പിയുടെ ഒരു പ്രകടനം. ഇപ്പോൾ ഈ 35 എന്ന സീറ്റിന്റെ എണ്ണം അതിപ്പോൾ ഈ തദ്ദേശ വാർഡ് വിഭജനം വരുമ്പോൾ ഇപ്പോൾ 100 വാർഡുള്ളത് 101 വർദ്ധിക്കും. അവിടെ 50-ലധികം സീറ്റുകൾ നേടുക, നഗരസഭ പിടിക്കുക. ഇത് ബി.ജെ.പിയുടെ ദീർഘകാലമായുള്ള ഒരു ലക്ഷ്യമാണ്. നമുക്കറിയാം, 2-3 തിരഞ്ഞെടുപ്പുകൾ പുറകിലേക്ക് പോയാൽ 0 ആയിരുന്നിടത്ത് നിന്നാണ് ഒരു 6 സീറ്റിലേക്കും അവിടെ നിന്ന് വലിയൊരു കുതിച്ചുചാട്ടം 35 എന്നുള്ള ഒരു ഫിഗറിലേക്ക് ബി.ജെ.പി. എത്തുന്നത്. അതായത് ക്രമാനുഗതമായി ബി.ജെ.പിയുടെ വളർച്ച ഉണ്ടാകുന്നു എന്നത് മാത്രമല്ല, അതിന്റെ ഗ്രാഫ് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് കുത്തനെ മുകളിലേക്ക് പോകുന്ന ഒരു നിലയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തീരദേശത്തെ വോട്ടുകൾ, പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര, പാറശാല, കോവളം മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ ശശി തരൂരിന് കൂടുതൽ അനുകൂലമായി വോട്ട് ഷെയർ കിട്ടിയതും അദ്ദേഹത്തിന്റെ വിജയത്തിന് കാരണമായതും. പക്ഷേ ആ ഭാഗങ്ങളൊന്നും തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട് വരുന്ന അധികം പ്രദേശങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ഈ ശക്തി കേന്ദ്രങ്ങളിൽ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പ്രവർത്തിക്കുകയും നഗരസഭ പിടിക്കുകയും ചെയ്യുക എന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ബി.ജെ.പിയുടെ മുന്നിൽ. അതോടൊപ്പം തന്നെ അടുത്തു വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് അതും ബി.ജെ.പി. ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. കാരണം പല മണ്ഡലങ്ങളിലും ഇങ്ങനെ ഒന്നാമത് വരുമ്പോൾ 2014 ഏതാണ്ട് സാമ്യമുള്ള രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അന്ന് രാജഗോപാൽ 4 മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ 3 മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വോട്ട് ഷെയർ ഈ 3 മണ്ഡലങ്ങളിലും അന്ന് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ബി.ജെ.പിക്ക് അങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നഗരസഭ പിടിക്കാൻ കഴിയുമെന്ന കൃത്യമായ വിശ്വാസമുണ്ട്. മാത്രവുമല്ല, തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലൊക്കെയും ബി.ജെ.പി. ഒന്നാമതെത്തുന്ന നിലയുണ്ടായി. അവിടെ വി മുരളീധരൻ ഒന്നാമതെത്തുന്ന സാഹചര്യമുണ്ടായി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ ജില്ല ആകെ എടുക്കുമ്പോൾ ചില അസംബ്ലി മണ്ഡലങ്ങളിൽ വിജയം ബി.ജെ.പി. ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. പ്രത്യേകിച്ച് തൃശൂർ ഉണ്ടായതുപോലെ അത് കേരളമാകെ അത് ആ രീതിയിലുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യമാണ് ബി.ജെ.പി. നടത്തുന്നത്. തൃശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ വലിയ തോതിൽ ബി.ജെ.പിയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ക്രൈസ്തവ വോട്ടുകൾ പരമാവധി പാർട്ടിയിലേക്ക് കൊണ്ടുവരിക, പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന പാർട്ടിയുടെ വോട്ടുകളുണ്ട്. അത് തീവ്ര ഹിന്ദു വോട്ടുകളുണ്ട്, മൃദു ഹിന്ദു വോട്ടുകളുണ്ട്,
അല്ലെങ്കിൽ BJPയോട് ആഭിമുഖ്യം പുലർത്തുന്ന ആളുകളുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായി BJPക്ക് ലഭിക്കുന്ന വോട്ടുകളുണ്ട്. കോൺഗ്രസ് തിരുവനന്തപുരം നഗരസഭയിൽ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ശോഷിച്ചു വരുന്ന കാഴ്ചയാണ്. ഒരു തരത്തിലും അധികാരത്തിലേക്ക് എത്താൻ കഴിയാത്ത നിലയിലുള്ള അംഗസംഖ്യയിലേക്ക് കോൺഗ്രസ് താഴ്ന്നു പോകുന്ന, UDF താഴ്ന്നു പോകുന്ന നിലയുണ്ട്. ആ ഒരു സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി തിരുവനന്തപുരം നഗരസഭ പിടിക്കുക, അതുതന്നെയാണ് തലസ്ഥാനത്ത് BJP ലക്ഷ്യം വയ്ക്കുന്നത്. രഞ്ജിത്ത്. ശരി, VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.